ആദ്യത്തെ F-16 വെടിവെച്ച് വീഴ്ത്തിയെന്നുള്ള വാർത്തകൾ പുറത്തു വന്നു. അങ്ങനെയാണെങ്കിൽ ഇത് ആരായിരിക്കും ചെയ്തിട്ടുണ്ടാവുക? ഇതാണ് എല്ലാവരുടെയും മനസ്സിൽ വരുന്ന ചോദ്യം. റഷ്യ ഉക്രൈൻ യുദ്ധത്തിൽ പല വഴിത്തിരിവുകൾ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രധാനമായും 30 ദിവസത്തെ സീസ് ഫയറിന് പുടിൻ സമ്മതിച്ചു. പക്ഷേ അത് നിങ്ങൾ ചിന്തിക്കുന്ന ഒരു സീസ് ഫയർ അല്ല, ഇത് മറ്റൊന്നാണ്. അതുകൂടാതെ F-16 വെടിവെച്ച് വീഴ്ത്തിയതുമായി ബന്ധപ്പെട്ട മറ്റു പല വാർത്തകളും പുറത്തു വന്നിട്ടുണ്ട്. ഇവയെല്ലാം ഈ വീഡിയോയിലൂടെ വിശദമായി അറിയാം. F-16 കുറിച്ചുള്ള കാര്യങ്ങൾ അറിയുന്നതിന് മുൻപ് റഷ്യ ഉക്രൈൻ യുദ്ധത്തെക്കുറിച്ചുള്ള ചില അപ്ഡേറ്റ്സ് അറിയാം. ഇവർക്കിടയിലുള്ള ഈ ഒരു പ്രശ്നം വീണ്ടും മറ്റൊരു ഘട്ടത്തിലേക്ക് പോകാൻ തുടങ്ങിയിട്ടുണ്ട്. 2 ദിവസം മുൻപും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനും റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനും ഇടയിൽ ഒരു ഫോൺ കോൾ സംഭാഷണമുണ്ടായി. ചില മണിക്കൂറുകൾ നീണ്ടുനിന്ന ആ ഫോൺ കോളിന് ശേഷം ആ 2 രാജ്യത്തെ നേതാക്കന്മാർ അല്ലെങ്കിൽ പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥർ ചില കാര്യങ്ങൾ ഇതിനെക്കുറിച്ച് പുറത്തു പറഞ്ഞു. സംഭവിച്ച ആ ഒരു ഫോൺ കോളിന് അവസാനം എടുത്ത തീരുമാനങ്ങളിൽ പ്രധാനപ്പെട്ടത് റഷ്യ ഉക്രൈൻ യുദ്ധത്തിൽ റഷ്യ ഇതിനുശേഷം യാതൊരു പുതിയ ഒഫൻസീവും ചെയ്യാൻ പാടില്ല. കേർസ്കിലുള്ള സൈനികർക്ക് മാനുഷിക പരിഗണനയുടെ അടിസ്ഥാനത്തിൽ അവർക്ക് ജീവൻ ഭിക്ഷയായി നൽകണം. ഇതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. ഇതിന്റെ തുടർച്ചയായി ഇപ്പോൾ സംഭവിച്ചത് 30 ദിവസത്തെ സീസ് ഫയർ ഡീലിന് റഷ്യ ഓക്കെ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ 30 ദിവസത്തേക്ക് യാതൊരു പ്രശ്നവും സംഭവിക്കില്ലേ? 30 ദിവസത്തിന് ശേഷം ഈ റഷ്യ ഉക്രൈൻ യുദ്ധം അവസാനിക്കുമോ എന്ന് ചോദിച്ചാൽ അങ്ങനെയല്ല. നിർദ്ദിഷ്ട മാനദണ്ഡങ്ങൾ അവിടെയുണ്ട്. പ്രധാനപ്പെട്ട ചില കണ്ടീഷൻസിന് കീഴിലാണ് ഈ സീസ് ഫയർ തന്നെ ഉണ്ടാക്കിയത്. 2 പക്ഷവും, അതായത് റഷ്യയായാലും യുക്രൈൻ ആയാലും, ഇവിടെ മാറി മാറി അവരുടെ എനർജി ഇൻഫ്രാസ്ട്രക്ചറിൽ ആക്രമണം നടത്താൻ പാടില്ല. അതായത് റഷ്യ ഏതൊരു പവർ പ്ലാന്റ്സിലും പവർ ഗ്രിഡ്സിലും തെർമൽ പവർ സ്റ്റേഷനിലും അവരുടെ ആക്രമണം നടത്താൻ പാടില്ല. അതുപോലെ തന്നെയാണ് യുക്രൈനും. റഷ്യയുടെ വൈദ്യുതി നിലയങ്ങളിലും ഇലക്ട്രിസിറ്റി ഉൽപ്പാദിപ്പിക്കുന്ന സ്റ്റേഷൻസിലും യാതൊരു ആക്രമണവും നടത്താൻ പാടില്ല എന്നുള്ളതാണ് ഈ സീസ് ഫയറിന് മുൻപിലുള്ള ഒരു നിബന്ധന. അടുത്ത 30 ദിവസത്തേക്ക് ഈ 2 പക്ഷവും മാറി മാറി അവരുടെ പവർ ഗ്രിഡ്സിൽ നടത്തുന്ന ആക്രമണങ്ങൾ തീർച്ചയായും കുറയും എന്ന് പ്രതീക്ഷിക്കാം. എന്നാൽ ഇതിനുശേഷം ഒരു വലിയ ട്വിസ്റ്റ് സംഭവിച്ചു. ഇതുപോലെ റഷ്യൻ പ്രസിഡന്റ് പുടിനോട് സംസാരിച്ചതുപോലെ തന്നെ ഉക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കിയോടും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് സംസാരിച്ചിരുന്നു. ഇതും ചില മണിക്കൂറുകൾ നീണ്ടുനിന്ന ഒരു ഫോൺ സംഭാഷണമായിരുന്നു. അതിലും മറ്റൊരു ട്വിസ്റ്റ് സംഭവിച്ചു. ഉള്ളതിൽ വെച്ച് ഒരു വലിയ പ്രശ്നം, ഉക്രൈൻ അവരുടെ ഭൂപ്രദേശം പിടിച്ചെടുക്കുന്നു. അതുകൊണ്ട് ഒരു വലിയ യുദ്ധം ഉണ്ടാകുന്നു. ഇങ്ങനെ ഉണ്ടാകുന്ന യുദ്ധത്തിൽ ഏകദേശം ഉക്രൈന്റെ പക്കലുള്ള 70% പ്രകൃതി വിഭവങ്ങളുള്ള പ്രദേശങ്ങളും റഷ്യൻ നിയന്ത്രണത്തിലേക്ക് പോയി. ഇതിനേക്കാൾ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം എന്താണെന്ന് അറിയണ്ടേ? യൂറോപ്യൻ ഭൂഖണ്ഡത്തിൽ ഒരു വലിയ ആണവ നിലയം, അത് സാബ്രോസീഷ്യയാണ്. ഇപ്പോൾ അത് റഷ്യൻ നിയന്ത്രണത്തിലാണ് ഉള്ളത്. യുക്രൈന്റെ ഇലക്ട്രിസിറ്റിയിൽ 30%, 1-2 അല്ല, 30%-ലധികം കറണ്ട് ഉൽപ്പാദിപ്പിക്കുന്നത് ഈ സാബ്രോസീഷ്യ പവർ പ്ലാന്റ് ആണ്. അത് റഷ്യൻ നിയന്ത്രണത്തിലായതിനാൽ സെലൻസ്കി ഒരു അഭ്യർത്ഥന നടത്തി. നിങ്ങൾ ഭൂമിയും തിരികെ വാങ്ങിത്തരുന്നില്ല, കുറഞ്ഞത് സാബ്രോസീഷ്യ പവർ പ്ലാന്റെങ്കിലും നിങ്ങൾ വാങ്ങിത്തരിക. കാരണം ഉക്രൈന് അത് വളരെ അത്യാവശ്യമായ കാര്യമാണ്. അതില്ലെങ്കിൽ ഉക്രൈൻ ജനങ്ങൾ തീർച്ചയായും വൈദ്യുതിക്കായി മറ്റ് രാജ്യങ്ങളെ ആശ്രയിക്കേണ്ട ഒരു സാഹചര്യം വരും എന്ന് അമേരിക്കയോട് പറഞ്ഞു. ഇങ്ങനെ ഈ ചർച്ചാ കരാറിൽ ഇത് ഉൾപ്പെടുത്താനും ആവശ്യപ്പെട്ടു. ഇപ്പോ നിങ്ങളാണ് ഒരു നെഗോഷിയേറ്റർ എങ്കിൽ ഈ ഒരു ഘട്ടത്തിൽ നിങ്ങൾ എന്തായിരിക്കും ചെയ്തിട്ടുണ്ടാകുക? സെലൻസ്കി ഇങ്ങനെയൊക്കെ ചോദിക്കുകയാണ്. ഇനി പുടിനാണെങ്കിൽ അങ്ങനെയൊക്കെ ചോദിക്കുകയാണ്. അപ്പൊ നമുക്ക് എന്തെല്ലാം തീരുമാനിക്കാം? ഇങ്ങനെയൊക്കെ ആയിരിക്കും 2 രാജ്യങ്ങൾക്കിടയിൽ മധ്യസ്ഥനായി നിൽക്കുന്നവൻ ചെയ്തിട്ടുണ്ടാവുക. പക്ഷേ അമേരിക്കയുടെ ട്വിസ്റ്റ് ഇവിടെ എന്താണെന്ന് അറിയണ്ടേ? ഭൂമി റഷ്യയുടെ കൈകൾ തന്നെ ഇരുന്നോട്ടെ. ശരി, അങ്ങനെയാണെങ്കിൽ സാബ്രോസീഷ്യ പവർ പ്ലാന്റ് ഞങ്ങളിലേക്ക് വരുമോ? അങ്ങനെയല്ല, അത് ഞാൻ എടുക്കും. നിങ്ങൾ തന്നെ ഇപ്പൊ ചിന്തിച്ചിട്ടുണ്ടാകും ഇവിടെ എന്താണ് സംഭവിക്കുന്നത് എന്ന്. ഇത് തന്നെയാണ് സംഭവിച്ചത്. സാബ്രോസീഷ്യ പവർ പ്ലാന്റ് ഉക്രൈന്റെ പക്കൽ നിന്നും അമേരിക്ക വാങ്ങേണ്ട ചർച്ചകളെല്ലാം ഇപ്പോൾ തുടങ്ങിയിട്ടുണ്ട്. അതായത് പവർ പ്ലാന്റ് ഉക്രൈന്റേതാണ്, അത് കൺട്രോൾ ചെയ്യുന്നതെല്ലാം അമേരിക്കയായിരിക്കും. അവിടെ ഉൽപ്പാദിപ്പിക്കുന്ന കറണ്ട് അമേരിക്കയുടേതായിരിക്കും. എത്ര തന്നെ ഇതെല്ലാം ഉക്രൈൻ ഉള്ളിലായിരുന്നാലും കംപ്ലീറ്റ് അതിന്റെ മെയിന്റനൻസ്, പ്രൊഡക്ഷൻ, കൺട്രോൾ എല്ലാം അമേരിക്കൻ കൈകളിലേക്ക് പോകാൻ പോവുകയാണ്. അങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ അവിടെയുള്ള വൈദ്യുതി അവർ യൂറോപ്പിലേക്ക് പാസ് ചെയ്യും. യൂറോപ്പിലേക്ക് പാസ് ചെയ്യുമ്പോൾ അത് വെറുതെ ഒന്നും ചെയ്യില്ല, ഒന്നിലധികം വിലകൾ അതിന് വാങ്ങും. കൂടാതെ സെലൻസ്കിയുടെ സർക്കാർ ഈ ഒരു ഡീൽ കാരണം ഉക്രൈന്റെ വൈദ്യുതി ഉക്രൈൻ രാജ്യത്ത് ഉൽപ്പാദിപ്പിക്കുകയും അത് ഉക്രൈന് തന്നെ വിൽക്കാൻ പോവുകയാണ്. ഉക്രൈൻ തന്നെ അത് പണം കൊടുത്ത് വാങ്ങാൻ പോവുകയാണ്. അപ്പോൾ ഇവിടെ ഒരു രാജ്യം പലരുടെയും വാക്ക് കേട്ട് സ്വന്തമായി
എന്താണ് തന്റെ രാജ്യത്തിന് ആവശ്യമെന്നുള്ളത് ചിന്തിച്ച് പ്രവർത്തിക്കാൻ പോലും കഴിയാതെ മറ്റു രാജ്യങ്ങൾ പറയുന്ന വാക്കുകൾ കേട്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഒരു ഘട്ടത്തിന് ശേഷം അവർ വിരിക്കുന്ന വലയിൽ വീഴുക തന്നെ ചെയ്യും. ഇപ്പോ ഉക്രൈൻ അതൊരു ഉദാഹരണമായി മാറുകയാണ്. ഇത് ഒറ്റ ഇൻസിഡന്റിനെ കുറിച്ചല്ല പറയുന്നത്. ഈ ഒരേയൊരു ഇൻസിഡന്റിനെ കുറിച്ചല്ല പറയുന്നത്. ആയുധങ്ങൾ നൽകുമ്പോഴെല്ലാം അവർ വാങ്ങി നിറച്ചു. പല ബില്യൺ ഡോളേഴ്സ് നൽകി, അതും വാങ്ങിവെച്ചു. ചോദിക്കുന്ന സ്ഥലങ്ങളിലെല്ലാം സൈൻ ചെയ്തും കൊടുത്തു. പക്ഷേ ഈ രാജ്യങ്ങളൊക്കെ ഇതൊക്കെ വെറുതെ കൊടുക്കുകയായിരുന്നില്ല. വീണ്ടും പറയുകയാണ്, ആർക്ക് സഹായം ചെയ്താലും അതിൽ എന്തെങ്കിലും ഒരു കാരണമുണ്ടാകും. ഒരു കാരണവുമില്ലാതെ ആർക്കും സഹായം ചെയ്യില്ല. അതും ഉക്രൈനിലേക്ക് വന്ന സഹായം എന്നത് ഉക്രൈൻ നന്നായിരിക്കണം എന്ന് കരുതി ആഗ്രഹിച്ചു കൊടുത്തതൊന്നും അല്ല. എല്ലാം കടമായിട്ടാണ് കൊടുത്തത്. ട്രംപ് വന്നതിന് ശേഷം ₹1 കൊടുത്താൽ ₹1,00,000 തിരികെ എടുക്കാനുള്ള പദ്ധതികളാണ് എടുക്കുന്നത്. അങ്ങനെ ചെയ്യുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഉക്രൈൻ എത്രയും പെട്ടെന്ന് ഇലക്ട്രിസിറ്റി കാരണം ഒരു തിരിച്ചടി നേരിടാൻ പോവുകയാണ്. ഇത് വ്യക്തമായ ഒരു കാര്യമായി തന്നെ മാറി. അടുത്ത മറ്റൊരു പ്രധാനപ്പെട്ട ബ്രേക്ക് ത്രൂ പോയിന്റ്, കേഴ്സ് ബാറ്റിൽ ഉക്രൈൻ സൈനികർക്ക് ജീവൻ ഭിക്ഷയായി നൽകണമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനും ഇടയിൽ ഒരു പ്രധാനപ്പെട്ട ചർച്ച നടന്നല്ലോ. അതിൽ ഒരു വലിയ വിള്ളലുണ്ടാകുന്ന രീതിയിൽ ഇന്നലെ സംഭവിച്ച ബാറ്റിൽ 180-ലധികം ഉക്രൈൻ സൈനികരെ റഷ്യ പിടിച്ചെടുത്തിട്ടുണ്ട്. സത്യത്തിൽ അവർ കൊല്ലപ്പെട്ടോ ജീവനോടുകൂടി പിടിക്കപ്പെട്ടോ എന്നുള്ള വാർത്തകളൊന്നും പുറത്തു വന്നില്ല. ഡ്രോൺ ഫുട്ടേജസ് അല്ലെങ്കിൽ അവിടെ നിന്ന് വരുന്ന ചില ലോക്കൽ ഫുട്ടേജസ് നോക്കുമ്പോൾ ആ 180 പേർ അവർ സാധാരണ അവിടെയുള്ള റഷ്യൻ ജനങ്ങളെ പോലെ തന്നെ വസ്ത്രം ധരിച്ച് പുറത്തേക്ക് പോകാൻ ശ്രമിച്ചിരുന്നു. അങ്ങനെയുള്ള വ്യക്തികളെ പിടിച്ചു നിർത്തി റഷ്യൻ സൈന്യം ചോദ്യം ചെയ്യുന്നുണ്ട്. അവരുടെ പക്കൽ ആയുധങ്ങളൊന്നും തന്നെ ഇല്ല, മിലിറ്ററി യൂണിഫോം ഇല്ല. പക്ഷെ അവർ റഷ്യക്കാരും അല്ല. കാരണം സൈന്യം ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് അവർക്ക് റഷ്യൻ ഭാഷയിൽ ശരിയായി മറുപടി പറയാൻ പോലും സാധിച്ചില്ല. ഇത് കാരണം സംശയമുണ്ടായപ്പോൾ അവരെല്ലാവരെയും സ്റ്റോപ്പ് ചെയ്ത് നിർത്തുന്നു. അങ്ങനെ സ്റ്റോപ്പ് ചെയ്തവരുടെ എണ്ണം മാത്രം 180 ആണ്. ഇതിൽ ആശ്ചര്യപ്പെടുത്തുന്ന ഒരു കാര്യം, ആ 180-ൽ ഒരുപക്ഷെ ഉക്രൈൻകാർ ഉണ്ടായിരിക്കില്ല. ഇപ്പോ റഷ്യയിൽ തന്നെ ഒരുപാട് പേർ ഉക്രൈൻ സംസാരിക്കുന്നവരുണ്ട്. റഷ്യൻ ഭാഷ അത്ര ഒഴുക്കത്തോടുകൂടി സംസാരിക്കാൻ അറിയാത്തവരും ഉണ്ടാകും. അതുകൊണ്ട് തന്നെ അവരെ ഉക്രൈൻകാരാണെന്ന് നമുക്ക് എങ്ങനെ പറയാൻ സാധിക്കും എന്നൊക്കെ ചോദിക്കാം. പക്ഷേ ഈ 180 പേരെ പിടിച്ചു വെച്ചല്ലോ, അതിൽ ഒറ്റ സ്ത്രീ പോലും ഇല്ല, ഒരു ചെറിയ കുഞ്ഞു പോലും ഇല്ല, അതിൽ ഒരേയൊരു വൃദ്ധ പോലും ഇല്ല. അത്രയും പേർ ഈ സർവീസ് മാൻസ് പോലെയാണ്, ആ ഒരു കാറ്റഗറിയിലുള്ളത് പോലെ തോന്നും. അതുകൊണ്ടാണ് അത്രയും പേര് റഷ്യ പിടിച്ചു വെച്ച് ചോദ്യം ചെയ്തത്. ഒരു പക്ഷേ അവർ സത്യത്തിൽ ഉക്രൈനിയൻസ് ആണ്. റഷ്യയുടെ കൈകളിൽ അവർ അകപ്പെട്ടതാണെങ്കിൽ തീർച്ചയായും പ്രിസണർ ഓഫ് വാർസിന്റെ എണ്ണം വർദ്ധിക്കും. ഇനി F-16 സംബന്ധിച്ച് അതൊരു ചൂടേറിയ വാർത്തയായി മാറുകയാണ്. ആദ്യം ഇതിനെക്കുറിച്ച് റഷ്യ നടത്തിയ ക്ലെയിം എന്താണെന്ന് അറിയാം. 2 ദിവസം മുൻപ് റഷ്യക്കെതിരെ ആർട്ടിലറി അറ്റാക്ക് നടത്താൻ വന്ന ആർട്ടിലറി യൂണിറ്റിനെ റഷ്യ പ്രിസിഷൻ സ്ട്രൈക്ക് വഴി ആക്രമിച്ചിരുന്നു. അപ്പോൾ തിരിച്ച് കേർസ്കിൽ ഒരു ആക്രമണം നടത്തണമെന്നുണ്ടെങ്കിൽ ഉക്രൈന്റെ വിമാനങ്ങൾ, അത് ബോംബർ വിമാനമായാലും അല്ലെങ്കിൽ സാധാരണ ഒരു എയർക്രാഫ്റ്റ് ആയാലും ഫ്രണ്ട് ലൈനോട് ചേർന്ന് വരണം. പിന്നിൽ നിന്നും ആക്രമിക്കണമെന്നുണ്ടെങ്കിൽ അതിനാവശ്യമായ ആയുധങ്ങൾ അവരുടെ പക്കൽ ഇല്ല. ഉക്രൈനെ സംബന്ധിച്ച് അവരുടെ പക്കൽ വിമാനങ്ങളും ഇല്ല. വെസ്റ്റേൺ മെയ്ഡ് വിമാനങ്ങൾ ഉണ്ടെങ്കിലും അതിനുള്ള ആയുധങ്ങൾ ഇല്ല. അങ്ങനെയുള്ള സാഹചര്യത്തിൽ അമേരിക്ക നൽകിയ ജെഡാംസ് കൂടാതെ മറ്റ് സ്റ്റാൻഡപ്പ് വെപ്പൺസ് ഉപയോഗിക്കണം എന്നുണ്ടെങ്കിൽ കുറഞ്ഞത് ഫ്രണ്ട് ലൈനിൽ നിന്നും വീണ്ടും കുറച്ചു ദൂരത്തിലേക്ക് പോകണം. അങ്ങനെ പോയപ്പോൾ ഈ ബൽഗറോഡ് റീജിയനിൽ നിർത്തിവച്ചിരിക്കുന്ന റഷ്യയുടെ S-400 ഈ വിമാനത്തെ ട്രാക്ക് ചെയ്യാൻ തുടങ്ങി. ട്രാക്ക് ചെയ്ത് അവസാനിപ്പിക്കുകയും 160 കിലോമീറ്ററിൽ അതിനെ എൻഗേജ് ചെയ്തു. ഈ എൻഗേജ്മെന്റ് പോയിന്റ് ഉക്രൈന്റെ സുമി റീജിയനിൽ ഡീപ്പർ പ്രദേശങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. ഇതാണ് റഷ്യയുടെ ക്ലെയിം. S-400 ഉപയോഗിച്ച് ഞങ്ങൾ അതിനെ വെടിവെച്ച് വീഴ്ത്തിയെന്ന്. എന്നാൽ ഇതിന് സപ്പോർട്ടിംഗ് എവിഡൻസ് റഷ്യ കൊണ്ട് നൽകാൻ സാധിച്ചില്ല. ഓൺലൈനിൽ ഇന്റർനെറ്റിൽ തിരയുമ്പോൾ 2 ക്ലിപ്പുകൾ ലഭിച്ചിട്ടുണ്ട്. രണ്ടും സുമി റീജിയനിലാണുള്ളത്. ഈ 2 വീഡിയോയിൽ ഒന്നിൽ ഈ F-16 വളരെ ലോ ആൾട്ടിറ്റ്യൂഡിൽ താഴ്ന്നു പറക്കുകയാണ്. മെനുവർ ചെയ്യാൻ പെട്ടെന്ന് അതിന്റെ ടോപ്പ് ആംഗിൾ റീച്ച് ചെയ്യാനായി ഒരു ടേൺ എടുക്കും. അങ്ങനെ ഒരു വീഡിയോ ലഭിച്ചു. മറ്റൊരു വീഡിയോ നിങ്ങൾ ഒരു പക്ഷേ കണ്ടതായിരിക്കും. ഇതേ സുമി റീജിയണിൽ മരങ്ങളോട് ചേർന്ന് പറക്കുന്ന രീതിയിൽ വളരെ വളരെ ലോ ആൾട്ടിറ്റ്യൂഡിൽ ഒരു F-16 വിമാനം പറക്കുന്നു. ഇവ രണ്ടും ഒരേ വിമാനം തന്നെയാണ്. ഇനി ഈ വിമാനത്തെയാണോ വെടിവെച്ച് വീഴ്ത്തിയത് എന്ന ചോദ്യം മാത്രമാണ് അവശേഷിക്കുന്നത്. സത്യത്തിൽ സാധാരണ ഉക്രൈന്റെ F-16 വിമാനങ്ങൾ ബോർഡറോട് ഇത്രത്തോളം അടുത്ത് വന്നിട്ടില്ല. അങ്ങനെ വന്നാലും ഇതുവരെയും ഉക്രൈന്റെ യാതൊരു വിമാനവും ലോ ആൾട്ടിറ്റ്യൂഡിൽ പറന്നിട്ടും ഇല്ല. രണ്ട് സിനാരിയോയിൽ മാത്രമാണ് ഇത്രത്തോളം മെനുവറിംഗ് ചെയ്തിട്ടുള്ളത്. ഒന്ന്,
എയർ ഡിഫൻസ് സിസ്റ്റത്തിന്റെ എവിഷനിൽ നിന്നും. ആ എയർ ഡിഫൻസ് സിസ്റ്റത്തിന്റെ റഡാർ സിഗ്നൽസ് നമ്മിൽ പതിക്കാൻ പാടില്ല. റഡാറിന്റെ പക്കൽ നിന്നും എങ്ങനെയെങ്കിലും നമ്മൾ രക്ഷപ്പെടണം എന്നുള്ളൊരു തീരുമാനം വരുമല്ലോ. അപ്പോ ഇങ്ങനെയുള്ള മെനുവേഴ്സ് എടുക്കും. രണ്ടാമത്തേത്, നമ്മുടെ വിമാനം ട്രാക്ക് ചെയ്യപ്പെടുന്നു എന്നുള്ളത് പൈലറ്റിന് ഒരു വാണിംഗ് ആയി ലഭിക്കും. അങ്ങനെ വാണിംഗ് ലഭിച്ച ഉടനെ ആ റഡാറിന്റെ കണ്ണുകളിൽ നിന്നും അപ്രത്യക്ഷമാകാൻ വേണ്ടി അവർ വളരെ ലോ ആംഗിളിൽ പറക്കാൻ തുടങ്ങും. അങ്ങനെ പറക്കുകയാണെങ്കിൽ റഡാർ കണ്ണുകളിൽ അവർ അകപ്പെടില്ല. ഇങ്ങനെയുള്ള ഒരു മെനുവറും എടുക്കും. അപ്പോ ഈ എല്ലാ കാര്യങ്ങളും നിങ്ങൾ ഒന്നോടൊന്ന് കണക്ട് ചെയ്ത് നോക്കുക. ഒരാഴ്ചയ്ക്ക് മുൻപ് A-50 എവാക്സ് പറക്കുന്നതായി ഒരു വാർത്ത വന്നു. 4 ദിവസത്തിന് മുൻപ് A-50 എവാക്സിന്റെ റഡാർ ക്രോസ് സിഗ്നേച്ചർ ഉക്രൈൻ എടുത്തിരുന്നു. ഞങ്ങളുടെ അതിർത്തിയോട് ചേർന്ന് വിമാനങ്ങൾ പറക്കുന്നു എന്നവർ പറഞ്ഞു. ഉടൻ തന്നെ ഉക്രൈന്റെ വിമാനങ്ങൾ അവരുടെ ബേസിസിൽ തന്നെ റീലൊക്കേറ്റും ചെയ്യപ്പെട്ടു. 4-ാം ദിവസം F-16 വെടിവെച്ച് വീഴ്ത്തിയെന്ന വാർത്തയും വരുന്നു. അപ്പോ ഇവിടെ A-50 എവാക്സ് വിമാനങ്ങൾ അകത്തേക്ക് വന്നത് ഇത്രത്തോളം ഇൻപുട്സ് ഗ്യാദർ ചെയ്യാൻ വേണ്ടിയാണ്. എവിടെയെല്ലാം ആ വിമാനങ്ങൾ ഉണ്ട്, എവിടെ ആ വിമാനങ്ങൾ പറക്കുന്നു എന്നുള്ളത് S-400 ഇൻപുട്ടായി നൽകിയിട്ടുണ്ട്. ഇത്രത്തോളം ലോ ആൾട്ടിറ്റ്യൂഡിൽ പറക്കുന്ന ഏതൊരു വിമാനത്തെയും S-400 എന്നല്ല, ഏതൊരു മിസൈൽസിനെ കൊണ്ടും ടാർഗറ്റ് ലോക്ക് ചെയ്യുന്നതിന് മുൻപ് തന്നെ ട്രാക്ക് ചെയ്യാൻ സാധിക്കില്ല. അപ്പോ ഇവിടെ ആകാശത്തിൽ പറന്നുകൊണ്ടിരിക്കുന്ന ഏതോ ഒരു വിമാനം വരി അത് A-50 എവാക്സ് ആയിരിക്കണം എന്ന ആവശ്യം പോലും ഇല്ല. Su-35 കൊണ്ടും ഇതേ ജോലി ചെയ്യാൻ സാധിക്കും. ഇത് ഒരു ഒഫീഷ്യൽ ക്ലെയിമായി തന്നെ റഷ്യയുടെ മിനിസ്ട്രി ഓഫ് ഡിഫൻസ് പറഞ്ഞു. ഇതിനുള്ള മറുപടി ഉക്രൈൻ തന്നെ നൽകണം. പക്ഷെ അവരത് നൽകുമോ എന്നുള്ളതൊരു വലിയ സംശയമാണെങ്കിലും വരാൻ പോകുന്ന ദിവസങ്ങളിൽ ഇതിനുള്ള ഉത്തരം നമുക്ക് ലഭിക്കും. കാരണം ഈ യുദ്ധം അവസാനിക്കുമ്പോൾ എത്ര വിമാനം നഷ്ടപ്പെടുത്തി എന്നുള്ള ചില ഡേറ്റാസ് എല്ലാം പുറത്തു വരും. അപ്പോ സത്യം മനസ്സിലാക്കാൻ സാധിക്കും. ഈ ഒരു വീഡിയോ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കമന്റിൽ പറയുക. ഇങ്ങനെയുള്ള വീഡിയോസ് ആണ് താല്പര്യമുള്ളവരാണ് നിങ്ങളെങ്കിൽ ഇപ്പോൾ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.